വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ് ഇന്ന് മോർണിംഗ് വാക്കിൽ. കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറത്തറ വഴി 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാപ്പിക്കളം എന്ന സ്ഥലത്ത് ഉള്ള ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരും. കുറ്റ്യാടി ചുരം വഴി വരുന്ന ആളുകൾക്ക് വെള്ളമുണ്ട വഴിയും ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും. ബാണാസുരൻ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിരവധി ചെറു നദികൾ കൂടിച്ചേർന്നാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. സഞ്ചാരികൾക്കായി നല്ല സുരക്ഷയോടുകൂടി തന്നെ ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മീൻമുട്ടിയുടെ വികസനത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ പാർക്ക് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ, പിന്നെ 2 ഏറുമാടങ്ങൾ, അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട്. ഇപ്പം ഈ പ്രദേശത്ത് പിന്നെ നമ്മൾ കയറി വരുന്നിടത്ത് കാണാം, അവിടെ ഹാൻഡ്രലിട്ടെ, അവിടെ വലിയൊരു പരന്ന പാറയുണ്ട്. ആ പാറയിൽ ഇതേപോലെ ഹാൻഡ്രലിട്ടിട്ട് നടുക്കൊരു കൂടാരം വെച്ചുകൊണ്ട് സന്ദർശകർക്ക് അവിടെ വന്ന് ഇരിക്കാനും കാഴ്ചകൾ കാണാനുള്ള സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളച്ചാട്ടം ഒഴുകുന്ന 4 ഇടങ്ങളിൽ സഞ്ചാരികൾക്ക് ഇറങ്ങി സുരക്ഷിതമായി കുളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ മീൻമുട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഇതാണ് കൂടുതൽ സഞ്ചാരികളെ മീൻമുട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. ഇതാണ് മീൻമുട്ടിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. 100 അടിയോളം പൊക്കത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഒഴുകിയെത്തുന്ന ഓരോ ഭാഗങ്ങളിലും ചെറിയ ചെറിയ തടാകങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങളും ഇതുതന്നെയാണ്. പരിസ്ഥിതി സൗഹാർദ്ദവും ഒപ്പം സാഹസിക ടൂറിസത്തിന് ഏറ്റവും അധികം പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള ടൂറിസം വികസനമാണ്
മീൻമുട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു കാഴ്ചയുമായി നാളെ കാണാം.